ഹലോ ഹായ്. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അറിയോ, നമ്മളിപ്പോൾ എപ്പിസോഡ് തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ കൊല്ലമായിരുന്നു, കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ. അപ്പോൾ ഒരു കൊല്ലം നമ്മൾ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വർഷമായി. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഇതിനൊക്കെ വളരെ വളരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ സംഭവം അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. അതെ, ഇന്ന് നമ്മള് ഹെൽത്തും കൃഷിയും ഗാർഡനും ഒന്നും അല്ല കാണിക്കാൻ പോണേ. ഇന്ന് കാണിക്കാൻ പോണത് ഒരു നാടൻ, നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ കള്ള് ഷാപ്പിൽ കിട്ടുന്ന ഞണ്ട് റോസ്റ്റ്. അത് തന്നെ, ഞണ്ട്. അപ്പൊ ഓസ്ട്രേലിയൻ ഞണ്ടുകളെ നിങ്ങൾക്ക് കാണണ്ടേ? എന്തേ ഓസ്ട്രേലിയൻ ഞണ്ടുകളാണത്, കണ്ടോ? ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ഞണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് വളരെ ഈസി അതൊക്കെ ചെയ്യാൻ. ഞണ്ട് കാണുമ്പോ എല്ലാവർക്കും ഒരു പേടിയോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഇത് ഇതാണോ ക്രാബ്? ഈ ക്രാബിന് നിനക്ക് ഇഷ്ടമാണോ? എന്നാ ഇത് പിടിച്ചു നോക്കി, കടിക്കുമോ നോക്കാം ക്രാബ്. ഇല്ല കടിക്കില്ലടാ, പേടിപ്പിക്കല്ലേ. തൊട്ട് നോക്കിയാ മോനെ. ഇല്ലെന്ന് മോൻ തൊട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ക്രാബ്. എന്നാ പിടിച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ എന്താണ്? ക്രാബ്. ഓക്കെ, നമുക്കത് ക്ലീൻ ചെയ്യാം കേട്ടാ. ഇത് ക്ലീൻ ചെയ്യണ എങ്ങനെയാടി? ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പാ. ഈ കാലുകളൊക്കെ നമ്മൾ എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം, പക്ഷെ മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഫ്രണ്ടിലെ ഈ ഭാഗം കണ്ടില്ലേ, ഇത് നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് പൊക്കി കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ തുറന്നു വരും, കണ്ടില്ലേ? ഒന്നുമില്ല, അധികം കട്ടിയൊന്നുമില്ല, തൊട്ടാ പൊളിയും. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പുറകോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കുക, കണ്ടോ? എന്നിട്ട് അതെടുത്ത് മാറ്റുക, വേസ്റ്റിലിടുക. എന്നിട്ട് ഈ സാധനം കഴുകുമ്പോ പൊക്കോളും. നമുക്ക് ഈ കാലുകളൊക്കെ ഇല്ലേ, കാലുകൾ വലിക്കരുത്, ഒന്ന് താഴോട്ട് തള്ളിയിട്ട് ഒന്ന് തിരിച്ചാ മതി, അത് ഒടിഞ്ഞു പോരും. ചില കള്ള് ഷാപ്പിലൊക്കെ ഇല്ലേ നമുക്ക് കാലോടുകൂടി കിട്ടും, പക്ഷെ അന്നേരം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എയറോപ്ലെയിൻ പോണ ശബ്ദം അതെപ്പോഴും ഉള്ളതാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മേളിൽ കൂടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കാലുകളെല്ലാം വകച്ചു മാറ്റിയതല്ല, ഒടിച്ചു മാറ്റിയത്. എന്നിട്ട് ഇതില്ലേ, ഈ സാധനം ക്ലീൻ ആക്കും. നമ്മളിതങ്ങ് എടുത്ത് കളയാം. ചിലര് പറയണ അതിന്റെ അഴുക്കൊന്നും അല്ല, അതിന്റെ ഇതാന്ന് മുട്ടയാന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ സാധനം അങ്ങനെ തന്നെ ഇട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ രണ്ടായിട്ട് കണ്ടിക്കും, എന്നാലാണ് മസാലയൊക്കെ പിടിക്കണം. ഇങ്ങനെ വെച്ചിട്ട് നടുക്കോട്ട് ഒറ്റയടി ഉണ്ടോ? അങ്ങനെ ക്രാബ് നമ്മൾ റെഡി ആയി, കണ്ടോ? ക്രാബ് എല്ലാ കാലുകളും എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇട്ടോ, എല്ലാം കൂടെ നമ്മ ക്രാബ് കിടക്കണുണ്ടോ? എല്ലാ കാലുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്രാബ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. കുക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി ഇതൊരു 2-3 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തിടണം, വെക്കണം. അപ്പൊ അടുത്ത് നമ്മൾ ഇതിനകത്ത് 4 ഉള്ളി എടുത്തിട്ടുണ്ട് അല്ലേ? 4 വലിയ ഉള്ളി, അവിടുത്തെ കുറച്ച് വലിയ ഉള്ളിയായിരുന്നു. അപ്പൊ 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ മസാല കൂടുതൽ വേണ്ടവർക്ക് 5-6 ഒക്കെ എടുക്കാം. ഇതില് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഉള്ളിയൊക്കെ അരിയും, നല്ല ഭംഗിയില്, നല്ല നൈസായിട്ട് അല്ലേ അച്ഛാ? അപ്പോൾ നമ്മുടെ 4 ഉള്ളി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് എണ്ണ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്, അപ്പൊ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് എണ്ണ. ഗ്യാസ് കത്തിച്ചിട്ട് അത് പറയാൻ പറഞ്ഞത്, ഗ്യാസ് കത്തിച്ച്. അപ്പൊ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇനി അതൊന്ന് ചൂടാവണം. ചൂടാവാൻ ഇവിടെ ഇത്തിരി കാറ്റുള്ള കാരണം, പുറത്ത് കുറച്ച് കാറ്റുള്ള കാരണം ഇത്തിരി ചൂടാവാൻ ഇത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പം ചൂടായി വരട്ടെ. അപ്പൊ ഞാൻ എന്തൊക്കെയാ അതിന് നമുക്ക് വേണ്ടതെന്നുള്ളത് പറയാം. ഒരു 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 തക്കാളി, ഒരു 4-5 ഉള്ളി. പിന്നെ വേണ്ടത് എന്താന്ന് ഇത്രയും ഇഞ്ചി, ഇത്രയും വെളുത്തുള്ളി, ഇത് 1.5 ഫുള്ള് വെളുത്തുള്ളി, ഇത്രയും പച്ചമുളക്.
ഒരു 6-7 പച്ചമുളക്. 6-7 പച്ചമുളക്. ഒരു ഈ പറഞ്ഞ പോലെ കള്ള് ഷാപ്പല്ലേ ഇരുന്നോട്ടെ. ഇതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചോണ്ട് വരും കേട്ടോ, അരച്ചോണ്ട് വരും, പേസ്റ്റ് ആക്കിക്കൊണ്ട് വരും, അല്ലെങ്കിൽ ചതച്ചോണ്ട് വരാം. ഞാൻ ഇതിന്റെ തൊലി ഒന്നും കളയാണ്ട ചെയ്യാൻ പോണത്. അതൊരു നല്ല രസമാണ് അതിന്റെ ടേസ്റ്റ്. വെളുത്തുള്ളിയുടെ തൊലി കളയാണ്ട ചെയ്യണേ, മനസ്സിലായില്ലേ? ഇത് ഞാനിപ്പം ഉള്ളിയും സവാളയും കൂടെ വഴറ്റുമ്പം ഈ പച്ചമുളക് അതിലോട്ട് വഴറ്റും. അപ്പോൾ ആ സമയം കൊണ്ട് അവളിവിടെ എന്ത് വേണം, നമ്മുടെ ഉള്ളി, അതിലേക്ക് കുറച്ച് പച്ചമുളക്. ഗുണങ്ങൾ എന്താണെന്നറിയോ? അങ്ങനെ തന്നെ ഇത് ഇങ്ങോട്ട് കളയാം. അതാണ് വേസ്റ്റ് വലിച്ചെറിഞ്ഞ് പറമ്പിലോട്ട് വലിച്ചെറിഞ്ഞ് കളയാം. 3 വലിയ തക്കാളിയാ നമ്മൾ എടുത്തേക്കണം. വലിയ തക്കാളി എടുക്കണം. ഇത്തിരി പുളിയൊക്കെ വേണം. മസാലയൊക്കെ അങ്ങ് വഴന്ന് നല്ല രസത്തിൽ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളി നല്ലതാണ്. യെസ്. എണ്ണയൊക്കെ ഇങ്ങനെ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലോട്ട് ഒരു കുറച്ച് കടുകം ഇട്ടു. അപ്പൊ നമ്മൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ ഇടുവാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ കൂടിയിട്ട് കണ്ടോ എന്നാ രസമായിട്ട് ഉള്ളി കിടക്കണല്ലേ, സ്ലൈസസ് അല്ലേ? ഞാൻ അരിഞ്ഞോണ്ടല്ലേ. അയ്യേ എല്ലാം തന്നെ ഇത് നന്നായിട്ട് വഴരണം, എന്നാലാണ് ആ മസാലയൊക്കെ നല്ല ടേസ്റ്റില് പിടിക്കുള്ളൂ അതിലോട്ട്. അപ്പൊ നിഖിൽ കട്ട് ചെയ്ത് എന്തായാലും നന്നായി, നല്ല നൈസായിട്ടാ കട്ട് അറിയില്ല കേട്ടോ അത്ര നന്നായിട്ട് കട്ട് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഹാപ്പി ചില്ലു ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കാം. ചില്ല് വന്നിട്ട് ഇടയ്ക്ക് എന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽപ്പ്. ഒരു മിനിറ്റ്, അമ്മ ഒന്ന് മാറ്റിട്ടിട്ട് പൊന്നിന് തരാം. ചില്ല് ഇടയ്ക്ക് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കാൻ കൊടുക്കും. നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോടാ? ഇല്ല, അവനെ കഴിക്കാന്ന് തോന്നണം. അവൻ പക്ഷെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ച് തരും. അതിന് ഡിഷ് വാഷറിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണത് അവനാ. ആരാന്ന് വിചാരിച്ചവൻ. പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി തരും. അതെ, വെറുതെ ഇരുന്നാൽ മതി. എവിടേക്കെങ്കിലും ഇരിക്കുമ്പോൾ എടാ ഒരു കട്ടൻ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞോണ്ട് പോകും, പിന്നെ ഉണ്ടാക്കൊണ്ട് വരും. കറിവേപ്പില എത്ര വേണ്ടി? കറിവേപ്പില എന്തോരം ഇട്ടാലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് അല്ലേ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ചിപ്സ് വേണോ? ചിപ്സ് വേണോ മോനെ? പിച്ചിയോ? ആരാ പിച്ചേ? ചാച്ച കൊച്ചിനെ ഞാൻ എപ്പോ തെളിവുണ്ട് കേട്ടോ, വീഡിയോ ഇപ്പൊ ഞാൻ കാണിച്ചു. അപ്പോൾ നമ്മൾ ഇതാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചി മനസ്സിലായല്ലേ? വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തോണ്ട് വരട്ടെ അമ്മ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ പൊന്ന്, നോക്കിക്കോളുവോ? വേദനയോ? ആർക്ക്? നോക്കിക്കോട്ടെ അമ്മ, ഇപ്പൊ വരാട്ടാ. അപ്പനെ നോക്കണം, അപ്പൊ കുറുമ്പ് കാണിക്കണ്ടോ നോക്കിക്കോട്ടെ. കേട്ടോ. അപ്പൊ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ഇതാക്കി ശരിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കഴിക്കുക. അപ്പൊ സാധനമൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ശരിയായി വരണം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടത് അതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മഞ്ഞള് ഞാനിതിലൊരു 3/4 ടീസ്പൂൺ ഇടുവാണ്. മഞ്ഞൾ കുറച്ചധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, 1 ടീസ്പൂൺ ഇട്ടു ഞാൻ. പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടാം, എരിവിനനുസരിച്ചിട്ട്. മഞ്ഞൾപ്പൊടി ഒരു 1.5, മസാലപ്പൊടി ഒരു 3/4, ഗരം മസാല. ഓക്കെ, അപ്പൊ അതൊരു 3/4 കൂടെ ഇട്ടു. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് വഴറ്റുക. അതിന്റെ പച്ചമണം മാറണ വരെ നമ്മൾ വഴറ്റണം. ഈ മുളക് പൊടിയുടെ ഇതൊക്കെ നമ്മൾ ആൾക്കാർക്ക് വീട്ടിൽ എത്ര മുളക് വേണമെന്നനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് താനി ഷാപ്പ് കറി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ അങ്ങ് ഇട്ടോന്നേ. അത് ശരിയാ, നന്നായിട്ട് മുളക് കിടന്നാലും കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിലുള്ളൂ, കാരണം പിള്ളേരും കൂടെ കഴിക്കേണ്ടതാണല്ലോ. അല്ലല്ല, ഇത്തിരി പറയാൻ മറന്നു, ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ഇതിൽ ഈ ക്രഷർ ഉപയോഗിച്ചിട്ട് ക്രഷ് ചെയ്തിടുക. അത് വേണമെങ്കിൽ ഫുൾ കുരുമുളക് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം.
ഈ കൂട്ടത്തില് ആരൊക്കെ ഷാപ്പിൽ പോയിട്ടുണ്ടാവോ? ഷാപ്പിൽ പോണത് നമ്മളിപ്പോ എല്ലാരും നമ്മള് ഫാമിലി ആയിട്ടൊക്കെ പോവാറുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോകും. കാരണം ഒരു ഷോപ്പിൽ കയറിയിട്ട് അതിനകത്ത് ആ റൂമിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ വെക്കും. ഞങ്ങളുടെ വീട്ടില് ഒരു തെങ്ങ് കള്ളെടുക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. കള്ള് നല്ലതല്ലേ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ കള്ള് ഷാപ്പിൽ പോകുമെന്ന് പറഞ്ഞതാ. കള്ള് കുടിക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു രക്ഷയില്ല. കള്ള് പിന്നെ അല്ല, അതായത് ഷാപ്പിലെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കും. അതെ. അപ്പൊ ഷാപ്പ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല മണം വീക്ക്നെസ് ആണ്. അവിടെ നല്ല ഫ്രഷ് ഞണ്ടൊക്കെ കിട്ടും. കാരണം പിന്നെ കുഴപ്പമില്ല. ഫ്രഷ് ഞണ്ടാട്ടോ, ഇച്ചിരി വില കൂടുതലാണെന്നുള്ളൂ. ഇത്തിരിയല്ല, നല്ല വില കൂടുതലാ. മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് എല്ലാം നല്ല സൂപ്പർ മസാല ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിക്കണം, എടുത്ത് വെച്ചേക്കണം ഞണ്ട് നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് സെപ്പറേറ്റ് വേവിക്കേണ്ടവർക്ക് വേവിക്കാട്ടോ. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഞണ്ട് വേവിച്ചെടുക്കാം. അന്നേരം കുറച്ചും കൂടെ എളുപ്പത്തിൽ കുക്കാവും. നല്ല നല്ല രസമായിരിക്കും അത്. ഞാൻ എന്തായാലും ഇതാ ചെയ്യാറ്. ഈ ചെറിയ കാല് ഞങ്ങൾക്ക് കടിക്കാനൊക്കെ ഇഷ്ടമായത്. ചെറിയ കാലം എനിക്ക് ഇഷ്ടാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ കളയരുത്, കടിച്ചങ്ങ് തിന്നേക്കാം. കാൽസ്യം അല്ലേ ഇതൊക്കെ? സൂപ്പർ കാൽസ്യാണ്. അതിൽ നിന്നൊക്കെ അതിന്റെ ആ ഒരു എസൻസ് ഇറങ്ങുമല്ലോ. അത് കാരണമാണ് ഞാൻ കളയാത്തത്. സാധാരണ ഇത്തിരി ശല്യാണ് ഈ സംഭവം. നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളപ്പോ ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിക്ക് വേണ്ടി മാത്രമേ ഉപ്പ് ഇട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നോടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി അങ്ങ് വെക്കാം. ഇവൻ അവിടെ ഇരുന്ന് കുക്കായി ഈ ബ്ലൂ കളറൊക്കെ മാറി ചുമന്ന കളറാവും. ഇപ്പം മസാലയൊക്കെ പിടിച്ച് ശരിയാക്കി തരാം. വെയിറ്റ്. ഇപ്പം ഷാപ്പിലെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷാപ്പ് മനസ്സിലായില്ലേ? ഷാപ്പിൽ നിന്ന് ഒരു കാര്യം കൂടെ ബാക്കിയുള്ളൂ, കള്ള്. അത് പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടാൻ ഒരു വഴിയില്ല. പിന്നെ വേണമെങ്കിൽ തന്നെ നമുക്ക് വഴിയുണ്ടല്ലേ? വരട്ടെ, വരണ വഴിക്ക് ഇന്നല്ല, കാണിച്ചു തരാം. മൂടി വയ്ക്കാം. അപ്പം മൂടി വയ്ക്കാം നമുക്ക്. സംഭവം എല്ലായിടത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതങ്ങ് മൂടി വെച്ച് വേവിക്കാം. ഒരു 15-20 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് നേരമായി ഇതിപ്പോൾ ഒക്കെ ശരിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നിൻ്റെ എന്തൊക്കെയോ പൊടിക്കൈകളൊക്കെ വേറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അല്ല, ഇത് അവസാനമായിട്ട് നമ്മൾ ഈ കറിവേപ്പില അങ്ങനെ തന്നെ മൂടി തുറന്ന് അങ്ങ് ഇട്ടിട്ട് അങ്ങ് അടച്ചു വെക്കാം. ദം ബിരിയാണി കേട്ടല്ലോ. ആ കറിവേപ്പിലയുടെ മൂടി വെച്ചിട്ട് തുറക്കുമ്പോഴുണ്ടല്ലോ, ആ കറിവേപ്പിലയുടെ ഒരു സ്മെല്ലിങ്ങനെ അടിക്കും. അതാ ഇതിങ്ങനെ ഞാനിങ്ങനെ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യണതല്ല. ഇത് ഭയങ്കര സംഭവമാണ്. നല്ല മണമാണ്, നല്ല അസലും മണമൊക്കെ വരണുണ്ട്. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇതാ റെഡിയായി ഇവിടെ കിടന്ന് തിളാന്ന് തിളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓഫ് ചെയ്യട്ടെ. ഇത് ഓഫ് ചെയ്തു. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ ക്ഷണിക്കുന്നു. നിഖിലിനെ തന്നെ ക്ഷണിക്കുവാണ് ടേസ്റ്റ് ചെയ്യാൻ. കഴിക്കല്ലേ? നോക്കട്ടെ കേട്ടോ. ആഹാ, ഒച്ച ഇങ്ങനെ കാണിച്ചു തന്നെ ഇപ്പം ഇതിനകത്ത് ഇങ്ങനെ പൊളിച്ച അതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല നല്ല മാംസം ഉണ്ടല്ലോ. ഇത് നല്ല നല്ല ഞണ്ടാട്ടോ ഇത്. കൊള്ളാട്ടോ. എന്നിട്ട് അതിൻ്റെ ആ മസാലയും കൂടെ ഇങ്ങനെ ചേർത്ത്, ഇങ്ങനെ കുരുമുളക് കിട്ട മസാലയൊക്കെ ചേർത്ത് സൂപ്പർ. ഒന്നും പറയാനില്ല മക്കളെ, ഒരു കാര്യം പറയാനില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് നിങ്ങൾ അടിച്ചു തിന്നാം. നല്ല ഫ്രഷ് ഞണ്ടാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. സിമ്പിൾ റെസിപ്പി അല്ലേ? വലിയ വലിയ കോംപ്ലിക്കേഷനോ ഒന്നുമില്ല. സാധാരണ മീൻ വയ്ക്കണ പോലെ തന്നെ ഉള്ളൂ. സിമ്പിളാണ്. ജാവ സിമ്പിളും പവർഫുള്ളും അതുപോലെ തന്നെയാണ്. സിമ്പിളും പവർഫുള്ളുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുക, കഴിക്കുക. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്തേക്കാം, കമൻറ്റ് ചെയ്തേക്കാം. ഒരു ബെല്ലൈക്കണും ഉണ്ടല്ലോ,
അതും അങ്ങ് അമർത്തിയേക്കാം. അപ്പോൾ ഞങ്ങൾ 100Kയിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ബൈ ടാറ്റ. എൻ്റെ മേത്ത് വീഴ്ത്തി.